അർജുനാണ് കൊലയാളി എന്ന് ശ്രീതു മനസ്സിലാക്കി കഴിഞ്ഞു. ശ്രീതുവിന്റെ ബുദ്ധി സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ശ്രീതു ആണെങ്കിൽ അർജുൻ ബാത്റൂമിൽ കയറിയ സമയത്ത് പുറത്തിങ്ങനെ ഇരിപ്പുണ്ട്. ഓൾറെഡി അർജുനാണ് കൊലയാളി എന്ന് ശ്രീതുവിന് സംശയവുമുണ്ട്. അപ്പോൾ പുറത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രീതു ഒരു കാര്യം ശ്രദ്ധിച്ചു. അർജുൻ്റെ മൈക്ക് പുറത്തിട്ടിട്ടില്ല. ശ്രീതു അവിടെ ഇവിടെ എല്ലാം നോക്കുന്നുണ്ട്. അപ്പുറയാണോ തൂക്കിയിട്ടിരിക്കുന്നത്, അവിടുത്തെ സോഫയിൽ വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നു. അപ്പോൾ ശ്രീതു മനസ്സിലാക്കുന്നു മൈക്ക് അവിടെ പുറത്ത് ധരിച്ചിട്ടില്ല. അർജുൻ അത് ഇട്ടുകൊണ്ട് തന്നെയാണ് ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറി പോയിരിക്കുന്നത് എന്ന് ശ്രീതുവിന് മനസ്സിലായി. അർജുനെ ബാത്റൂമിൽ വയറിന് സുഖമില്ല, ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറി പോകുന്നത്. പക്ഷേ മൈക്ക് ഇട്ടുകൊണ്ട് ആരും തന്നെ അങ്ങനെ കയറി പോകത്തില്ലല്ലോ. അപ്പോൾ ശ്രീതുവിന് ഓൾറെഡി കാര്യം മനസ്സിലായി. ഒരു 90% കത്തി. പക്ഷേ അർജുൻ അല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ശ്രീതു വിശ്വസിക്കാത്തത്. അവസാനം അർജുൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ശ്രീതു ഈ കാര്യം ചോദിക്കുന്നുണ്ട്. പക്ഷേ അർജുൻ ഒന്നും അറിയാത്ത രീതിയിൽ അതിങ്ങനെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി അങ്ങ് വിടുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രീതു നേരെ ബാത്റൂമിൽ കയറുന്നു. അപ്പോൾ അർജുൻ ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിക്ക് ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ചു. അവസാനം ഡോറിന് പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെ കാണിച്ച് അഭിനയിച്ച് ഒച്ച ഉണ്ടാക്കാതെ പയ്യെ പമ്മി വീണ്ടും അപ്പുറത്തെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി പോകുന്നുണ്ട് ഫോൺ വിളിക്കാനായിട്ട്. എന്തായാലും ശ്രീതു പിടിച്ചില്ല എന്ന രീതിയിൽ വരെ എത്തി. എന്തായാലും ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.